ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഹാഫ് എ ഡേ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവർ വാസ് മിക്സഡ്. എൻ്റെ ഈ പുതിയ വസ്ത്രത്തിൽ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, ആ ന്യൂ ഡ്രസ്സ് ധരിച്ചപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ സന്തോഷം എന്ന് പറയുന്നത് വാസ് മിക്സഡ്. അതെന്താണ്? ഒരു മിക്സഡ് സന്തോഷമാണെന്ന് പറയുന്നുണ്ട് അല്ലേ? വൈ ഡസ് ദി ചൈൽഡ് ഹാവ് മിക്സഡ് ഫീലിങ്സ് എബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ്? എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അതിൻ്റെ ആ പുതിയ ഡ്രസ്സിൽ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് വരാനുള്ള കാരണം? വിയറിങ് എ ന്യൂ ഡ്രസ് ഈസ് ഓൾവേസ് എ ഡിലൈറ്റ് തിങ് ഫോർ എ ചൈൽഡ്. ഒരു കുട്ടിക്ക് പുതിയ ഡ്രസ്സ് ധരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ? ഹിയർ ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഫീലിംഗ് ബിക്കോസ് ദാറ്റ് ഡേ വാസ് ഹിസ് ഫസ്റ്റ് ഡേ ഓൺ സ്കൂൾ. ഇവിടെ അവന് ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് പുതിയ ഡ്രസ്സ് ധരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് അല്ലേ? പകുതി സന്തോഷവും പകുതി സങ്കടവുമാണ് അവനുള്ളത്. അതാണ് ഇവിടെ മിക്സ്ഡ് ഫീലിംഗ് എന്നതുകൊണ്ട് പറയുന്നത്. ഹി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ ഗോയിങ് ടു സ്കൂൾ, സോ ഹി ഈസ് സാഡ് ആൻഡ് ഓൾസോ ഹാപ്പി ഫോർ വിയറിങ് ന്യൂ ഡ്രസ്. അവന് പുതിയ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവനുണ്ട്. എങ്കിലും അവനെന്താ, അന്ന് സ്കൂളിലേക്ക് പോവുകയാണല്ലേ, തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇഷ്ടമില്ലാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള സങ്കടവും അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ആ പുതിയ ഡ്രസ്സ് ധരിച്ചപ്പോഴും അവനുണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് മിക്സഡ് ആയിരുന്നു എന്ന് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഹെൽപ്പ് ഡസ് ദി ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? ആ ആൺകുട്ടി അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് എന്ത് സഹായമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? ദി ബോയ് മേ എക്സ്പെക്ട് എ കോൾ ഫ്രം ഹിസ് മദർ ബിക്കോസ് ഹിസ് മം ആൻഡ് ഹോം ആർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് തിങ്സ് ടു ഹിം, സോ ഹി നീഡ് ടു ഗോ ബാക്ക് ടു ഹിസ് മോം. ആ ബോയ് അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു വിളിയാണ് പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? അമ്മ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് അവനെ വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു കാര്യമായിരിക്കും അവന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം എന്താ, അവൻ്റെ അമ്മയും അവൻ്റെ വീടും എന്ന് പറയുന്നത് അവനോട് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട്, അത്രയും അവനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് വസ്തുക്കളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അവന് വീട്ടിലേക്ക് തിരിച്ച് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അമ്മ ഒന്ന് തിരിച്ച് വിളിച്ചിരുന്നെങ്കിൽ വീട്ടിലേക്ക് പോവായിരുന്നു എന്നാണ് അവന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ്, ഹൗ ഡസ് ദി ഓതർ ഡിസ്ക്രൈബ് ദി സൈറ്റ്സ് ഓൺ ദി വേ ടു സ്കൂൾ? സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് ഈ സ്റ്റോറിയിൽ ആ ഓതർ വിവരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ദെൻ ഓൾസോ ഡിസ്ക്രൈബ് ദി സൈറ്റ്സ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് കാണാറുള്ളത് എന്നും കൂടി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓതർ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എഴുതാം അല്ലേ? ദി ഓതർ ഡിസ്ക്രൈബ്സ് ദി സൈറ്റ്സ് ഓൺ ദി വേ ടു സ്കൂൾ ആസ് ദി സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് were extensive fields planted with crops, prickly pears, then henna trees and few date palms. എന്തൊക്കെയായിരുന്നു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്? ആ ഗാർഡൻ രണ്ട് സൈഡിലായിട്ട് ഗാർഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്തിട്ടുള്ള പാടങ്ങളുണ്ട്, അതുപോലെ മുള്ളുള്ള ചെടികളുണ്ട്, ദെൻ ഹെന്ന ട്രീസ് ഉണ്ട്, മൈലാൻഡ് ചെടികളുണ്ട്, ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്, അതുപോലെ ഈന്തപ്പനകളുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഡിസ്ക്രൈബ് ദി സൈറ്റ്സ് യു സീ ഓൺ യുവർ വേ ടു സ്കൂൾ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് കാണാറുള്ളതെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം എന്നതിൻ്റെ ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാറുള്ള, സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് എഴുതേണ്ടത്. ഓക്കെ, ഓൺ മൈ വേ ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഐ സീ എ മിക്സ് ഓഫ് അർബൻ ലാൻഡ്സ്കേപ്സ് ഫ്രം ദി ബിസി സ്ട്രീറ്റ്സ് ഫിൽഡ് വിത്ത് വെഹിക്കിൾസ്. വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള, ബിസി ആയിട്ടുള്ള, തിരക്കേറിയിട്ടുള്ള വഴിയിലൂടെ പോകുമ്പോൾ ആ നഗരത്തിലെ ഭൂപ്രകൃതികളൊക്കെ ഞാൻ കാണാറുണ്ട്. ഓക്കെ, ആസ് ഐ പാസ് ബൈ ലോക്കൽ ഷോപ്സ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ചാറ്റിംഗ് എക്സൈറ്റഡ്ലി ആസ് ദേ മേക്ക് ദെയർ വേ ടു ക്ലാസ്.
ലോക്കൽ ഷോപ്പുകളുടെ അടുത്തുകൂടെയൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ കാണാറുണ്ട് അല്ലേ, ഒരു കൂട്ടം സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അവർ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അവരുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, അലോങ് ദി വേ ഐ ഓൾസോ നോട്ടീസ് ദ ബ്യൂട്ടി ഓഫ് ചേഞ്ചിങ് സീസൺ. അതുപോലെ ആ വഴിയിലൂടെ നീളം സ്കൂളിലെത്തുന്നത് വരെ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നത്? ആ കാലാവസ്ഥയിൽ വരുന്ന, ആ സീസണിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പോകാറുള്ളത്. നെക്സ്റ്റ്, സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾസ് എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് ഒന്നുമല്ല. അതെന്താണ്? കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള, ഉപയോഗപ്രദമായിട്ടുള്ള ആളുകളെ മേക്ക് ചെയ്യുന്ന, സൃഷ്ടിച്ചെടുക്കുന്ന ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നു. ഡു യു അഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഗിവ് റീസൺസ്, അതിനുള്ള കാരണങ്ങളും പറയാം. യെസ്, ഐ അഗ്രി, അതെ ഞാൻ യോജിക്കുന്നു. സ്കൂൾ ഈസ് അവർ സെക്കൻഡ് ഹോം. സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹോം ആണല്ലേ, ഒരു രണ്ടാമത്തെ വീട് കൂടിയാണ്. വി ആർ സ്പെൻഡിങ് അവർ ഹാഫ് ഓഫ് ലൈഫ് ഇൻ സ്കൂൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗവും നമ്മൾ സ്കൂളിലാണ് ചിലവഴിക്കുന്നത്. ദ ടീച്ച് ആസ് ഫണ്ടമെൻ്റൽ തിങ്സ് ദാറ്റ് എ ചൈൽഡ് നീഡ് ടു മോൾഡ് ദെയർ ക്യാരക്ടർ. സ്കൂൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ തിങ്സ്, നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുട്ടിയുടെ ക്യാരക്ടർ, ഒരു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് തരുന്നത് സ്കൂളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്കൂൾ ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. നെക്സ്റ്റ്, ഹൗ ഡസ് ദി സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്? ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ ആ സ്കൂള് എങ്ങനെയാണ് ദൃശ്യമാകുന്നത്, എങ്ങനെയാണ് ആ സ്കൂള് കാണപ്പെടുന്നത്? ദി സ്കൂൾ അപ്പിയർഡ് ലൈക്ക് എ ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്ടേഴ്സ് സ്റ്റേൺ ആൻഡ് ഗ്രിം ടു ദി ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്. ആ കുട്ടിയുടെ മുന്നിൽ ആ സ്കൂള് എങ്ങനെയാണ് ദൃശ്യമായിട്ടുള്ളത്? അവന് കാണുന്നത് വലിയ, നല്ല ഉയരമുള്ള ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കോട്ടയായിട്ടാണ് അവനത് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ദി നെറേറ്റർ റീച്ചസ് ദി സ്കൂൾ? ആ കുട്ടി, ആ ബോയ് സ്കൂളിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യെസ്, എന്തായിരുന്നു? എ ലേഡി കംസ് എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ദി മെൻ ബിഗിൻ സോർട്ടിങ് ദ ചിൽഡ്രൻ ഇൻ ടു റാങ്ക്സ്. ഒരു ലേഡി, ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ടോ അവരുടെ പുറകെ ആയിട്ട് ഒരുപാട് മെൻസ്, പുരുഷന്മാരും വരുന്നുണ്ട്. എന്നിട്ട് അവർ റാങ്കിങ് അനുസരിച്ച് ആ കുട്ടികളെ വിവിധ ക്ലാസ്സുകളിലേക്കായിട്ട് തരംതിരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദി വുമൻസ് വേർഡ്സ് ഓൺ ദി ന്യൂ കമേഴ്സ്? ന്യൂ കമേഴ്സ് ആയിട്ടുള്ള, പുതുതായി ചേർന്നിട്ടുള്ള ആ കുട്ടികളിൽ ആ സ്ത്രീയുടെ വാക്കുകൾ, ആ വുമണിൻ്റെ വാക്കുകൾ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? ദി വുമൻസ് വേർഡ്സ് ആർ കംഫർട്ടിങ് ടു മെനി ഹോം സിക്ക് ചിൽഡ്രൻ ഓൺ ദെയർ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ആ ഫസ്റ്റ് ഡേയിൽ സ്കൂളിലേക്ക് വന്നിട്ടുള്ള ആ കുട്ടികൾക്ക് അവരെന്താണ്? ഹോം സിക്ക് അനുഭവിക്കുന്ന, എന്ന് വെച്ചാൽ ഗൃഹാതുരത്വമുള്ള, വീട്ടിൽ ഇത്രയും ദിവസം അഡിക്റ്റായി ജീവിച്ചിരുന്ന ആ കുട്ടികൾക്ക് ഒരു കംഫർട്ട് ഫീൽ നൽകാനായിട്ട് ആ സ്ത്രീയുടെ വാക്കുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ്, ഹൗ ഡസ് ദ നെറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ച് വെൻ ഹി ബിഗിൻസ് ടു ഇൻറ്ററാക്ട് വിത്ത് അതർ ചിൽഡ്രൻ? മറ്റു കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ കുട്ടിയുടെ, ആ ബോയിയുടെ മനസ്സിൽ സ്കൂളിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെർസെപ്ഷൻ, ആ ഒരു കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അതെങ്ങനെയാണ്? അതിനുള്ള കാരണം എന്തായിരുന്നു? ഹിസ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ വാസ് ചേഞ്ച്ഡ്. ഹി കൺസിഡേർഡ് സ്കൂൾ ആസ് എ പ്ലേസ് ഫോർ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് ആ കുട്ടി കണക്കാക്കിയിരുന്നത് അല്ലേ. ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. He realized the fact and submitted to it. This
submission brought a sort of contentment. His heart made friends with toys and fell in love with girls. Now he understood his misgivings has no basis. ആ ബോയിയെ അവൻ്റെ ഫാദർ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഒരുപാട് കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാനും കുറേ ഗേൾസുമായിട്ട് സ്നേഹത്തിലാവാനൊക്കെ അവന് സാധിച്ചിട്ടുണ്ട്. Now he understood his misgivings has no basis. ഇപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ചിന്തകൾക്ക്, അവൻ്റെ ആ കാഴ്ചപ്പാടുകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്ന്. ഓക്കെ, നെക്സ്റ്റ്, I had never imagined school would have this rich variety. What does the speaker mean by rich variety? സ്കൂളിൽ ഇത്രയും റിച്ച് വെറൈറ്റീസ് എന്ന് വെച്ചാൽ വൈവിധ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇവിടെ റിച്ച് വെറൈറ്റി എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ്? ദി സ്പീക്കർ മീൻസ് ദാറ്റ് they didn't expect school to offer such diverse experiences and opportunities for learning. ആ സ്പീക്കർ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ ഇത്രയും വൈവിധ്യമാർന്ന ഡിവേഴ്സ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന അനുഭവങ്ങളും അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ്, പഠനത്തിനായിട്ടുള്ള ഇത്രയും അവസരങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. The speaker played all sorts of games in the school. They had their first introduction to language. They saw a globe of earth, started learning numbers, ate delicious food, took nap, played and learned. ആ സ്പീക്കർക്ക് സ്കൂളിൽ, സ്പീക്കർ എന്ന് വെച്ചാൽ ആ ബോയ് ആണ് അല്ലേ, ബോയ്ക്ക് സ്കൂളിൽ പലതരത്തിലുള്ള ഗെയിംസ് കളിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ പുതിയ ഭാഷ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതുപോലെ ഭൂമിയുടെ ഒരു ഗ്ലോബ് അവർ കണ്ടിട്ടുണ്ട്. ദെൻ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഡെലീഷ്യസ് ഫുഡ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ദെൻ ടുക്ക് നാപ്പ്, അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ദെൻ പ്ലേഡ് ആൻഡ് ലേൺഡ്, കളിക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. ദെൻ നെക്സ്റ്റ്, in the beginning the narrator uses I to refer to himself. Later it changes to we. What do you think is the reason for the shift? ഇവിടെ തുടക്കത്തിൽ ആ നെറേറ്റർ ഐ എന്നാണ് യൂസ് ചെയ്തിരുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് അല്ലേ, ഞാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് വി ആയിട്ട്, ഞങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ആ ഒരു ഷിഫ്റ്റിന്, ഐയിൽ നിന്ന് വിയിലേക്കുള്ള ആ ഒരു മാറ്റത്തിന് എന്തായിരിക്കും കാരണം? ദി ഷിഫ്റ്റ് ഫ്രം ഐ ടു വി ഈസ് എ ട്രാൻസിഷൻ ഫ്രം ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ടു എ കളക്റ്റീവ് വൺ. ഇവിടെ ഐയിൽ നിന്ന് വിയിലേക്കുള്ള, ഞാൻ എന്നതിൽ നിന്ന് ഞങ്ങൾ എന്നതിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ, വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു കളക്റ്റീവ് വണ്ണിലേക്ക്, കൂട്ടായ ഒന്നിലേക്ക് മാറുന്നതിനെയാണ് ഇവിടെ ഐ ടു വി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദി ബോയ് റീച്ച് ദ സ്കൂൾ എലോൺ ബട്ട് ആഫ്റ്റർ മിംഗ്ലിംഗ് വിത്ത് അതർ സ്റ്റുഡൻറ്റ് ഹി ഫോർഗെറ്റ് അബൌട്ട് ഹിസ് ലോൺലിനെസ് ആൻഡ് ഗോട്ട് ഗുഡ് ന്യൂ ഫ്രണ്ട്. ഇവിടെ ആ കുട്ടി സ്കൂളിലേക്ക് വരുന്നത് തനിച്ചാണ് അല്ലേ. അപ്പോൾ അവന് ഒരു ഒറ്റപ്പെടലായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവന് ഫ്രണ്ട്സുമായിട്ട്, കുട്ടികളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും പുതിയ ഫ്രണ്ട്സിനെ കിട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ അവൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ മാറിയിട്ടുണ്ട്. സോ ദി ഫ്രണ്ട്ഷിപ്പ് എമംഗ് ദം ക്രിയേറ്റഡ് ദ വി ഇൻസൈഡ് ദം. അവർക്കിടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവരുടെ ഉള്ളിൽ ഒരു വി ആയിട്ട്, ഞങ്ങൾ എന്ന ഒരു മാറ്റം വരാനായിട്ട് കാരണമായിട്ട്. നെക്സ്റ്റ്, what are the challenges and difficulties the narrator encounters at school? ആ നെറേറ്റർ, ആ ഒരു കുട്ടി സ്കൂളിൽ അനുഭവിച്ചിരുന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? The challenges and difficulties faced by the narrator were dust-laden winds and unexpected accidents which could happen suddenly. എന്താണ് അനുഭവിച്ചിരുന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്താണെന്നാണ് പറയുന്നത്? ഡസ്റ്റ് ലാഡൻ വിൻഡ്സ് അല്ലേ, പൊടിപടലങ്ങൾ നിറഞ്ഞ ആ കാറ്റ്, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആക്സിഡൻസ്. ദി റിവാൽറീസ്
giving rise to hatred and fighting and the punishment given by the woman. അതുപോലെ ആ വിദ്വേഷവും വഴക്കും ഒക്കെ വളർത്തിയെടുക്കുന്ന ഫൈറ്റിങ്സിലെ തിരിച്ചടികൾ, അതുപോലെ അതിന് ആ സ്ത്രീ നൽകുന്ന, ആ വുമൺ നൽകുന്ന പണിഷ്മെൻറ്റുകൾ, ശിക്ഷകളൊക്കെ ആയിരുന്നു ആ നെറേറ്റർ സ്കൂളിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ. ദെൻ നെക്സ്റ്റ്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു, ഹൂ സേസ് ദിസ്. എന്താണ്, നമ്മൾ അവസാനമായിട്ട് കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹൂ സേസ് ദിസ്, ആരാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹെൽപ്പ് ദ നെറേറ്റർ അണ്ടർസ്റ്റാൻഡ് ദി ചേഞ്ചസ് അറൗണ്ട് ഹിം. ആ ഒരു കണ്ടുമുട്ടൽ, ആ ഒരു എൻകൗണ്ടർ തൻ്റെ ചുറ്റുമുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആ നെറേറ്ററെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണോ? ദീസ് വേർഡ്സ് ആർ സ്പോക്കൺ ബൈ ആൻ എൽഡർലി മാൻ whom the narrator encounters on his way back home from school. ആ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ആ വഴിയിൽ ആ നെറേറ്റർ, ആ കഥാകൃത്ത് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു എൽഡർലി മാൻ ആണ് അല്ലേ, കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യനാണ് എന്താണ് ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. The encounter helps the narrator realize how quickly time has passed and how drastically people and surroundings have changed in accordance with the passage of time. ഈ ഒരു കണ്ടുമുട്ടലിലൂടെ എത്ര പെട്ടെന്നാണ്, എത്ര വേഗത്തിലാണ് സമയം കടന്നു പോകുന്നത് എന്ന് കഥാകൃത്തിനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാസേജ് ഓഫ് ടൈമിൽ, ഈ ഒരു കടന്നുപോയ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആളുകൾക്കും അതുപോലെ ആ ചുറ്റുപാടുകൾക്കും അവരുടെ സറൗണ്ടിങ്സിനൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ, എത്രമാത്രം അവരൊക്കെ മാറിയെന്നും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഇമോഷൻസ് ആൻഡ് തോട്ട്സ് റൺ ത്രൂ ദി നെറേറ്റേഴ്സ് മൈൻഡ് ആസ് ഹി ട്രൈസ് ടു ക്രോസ് ദി സ്ട്രീറ്റ്. ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാനായിട്ട്, ആ തെരുവ് മുറിഞ്ഞ് കടക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു നെറേറ്ററുടെ മൈൻഡിലൂടെ, കഥാകൃത്തിൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം ഇമോഷൻസും ചിന്തകളും ആയിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സെയിം അതിനെ എടുത്തെഴുതിയാൽ മതി. Where was the street lined with gardens? പൂന്തോട്ടങ്ങളാൽ, ഗാർഡൻസ് കൊണ്ട് നിറഞ്ഞ ആ സ്ട്രീറ്റ് എവിടെയായിരുന്നു. Where had it disappeared it? എവിടെയാണത് അപ്രത്യക്ഷമായത്. When did all these vehicles invade it? എപ്പോഴാണ് ഈ വാഹനങ്ങളെല്ലാം ഇവിടെ അതിക്രമിച്ച് കയറിയത്. And when did all these heads of humanity come to live upon its surface? ദെൻ എപ്പോഴാണ് ഈ മനുഷ്യരാശിയുടെ ഈ കൂട്ടങ്ങളെല്ലാം അതിൻ്റെ മുകളിലായിട്ട് എന്താണ് വസിക്കാനായിട്ട്, താമസിക്കാനായിട്ട് തുടങ്ങിയത്. ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്? എങ്ങനെയാണ് ഈ മാലിന്യ കുന്നുകൾ അതിൻ്റെ വശങ്ങൾ മൂടിയത്. ആൻഡ് വേർ ദി ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? പിന്നെ ഇവിടെ ബോർഡേർഡായിട്ട് അതിരിടുന്ന തരത്തിലുള്ള ആ വയലുകൾ എവിടെയായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തോട്ട്സ്. നെക്സ്റ്റ്, ഈസ് ദിസ് സ്റ്റോറി അബൌട്ട് ഹാഫ് എ ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്? ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഹാഫ് എ ഡേയെ കുറിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാഫ് എ ഡേ എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൻ്റെ പകുതിയെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തെ മുഴുവനായിട്ടാണോ പറയുന്നത്? ഗിവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺസ്, കാരണങ്ങൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ദി സ്റ്റോറി? ഹാഫ് എ ഡേ ഈസ് എബൌട്ട് ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്. ഈ സ്റ്റോറി, ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ഒരാളുടെ ജീവിതത്തെ മൊത്തത്തിലാണ് പറയുന്നത് അല്ലേ. ദി സ്റ്റോറി യൂസസ് ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ ആസ് എ മെറ്റഫർ ടു റെപ്രസെൻറ്റ് ദി നരേറ്റേഴ്സ് എൻ്റയർ ലൈഫ് ജേണി. ഇവിടെ ഹാഫ് എ ഡേ എന്നുള്ള ആ ഒരു വേർഡ് ഒരു മെറ്റഫറായിട്ട്, ഒരു ഉപമിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് അല്ലേ. ഒരു ദിവസത്തിൻ്റെ സ്കൂളിലെ ഒരു അര ദിവസം പോലെ അത്രയും ചെറുതാണ് ഒരു വ്യക്തിയുടെ ജീവിതയാത്ര എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹൈലൈറ്റിംഗ് ദി റാപ്പിഡ് പാസേജ് ഓഫ് ടൈം ആൻഡ് ദി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഫ്രം ചൈൽഡ്ഹുഡ്. അത് മാത്രമല്ല, വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന സമയത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ഒരാളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഓൾഡ് ഏജ് വരെ, ചെറുപ്പകാലം മുതൽ വാർദ്ധക്യം വരെയുള്ള മാറ്റങ്ങൾ എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ പറയുന്നത്.